ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സോൾവ് ദിസ് പ്രോബ്ലം ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ടാഗ് എഴുതേണ്ടുന്ന ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻസ് ഡു യു, ഡോണ്ട് യു, ഷാൽ വി, ക്യാൻ യു. അപ്പോൾ ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കുമ്പോൾ ഇതൊരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത് ആരംഭിച്ചിരിക്കുന്നത് ഒരു വെർബിലാണ്. അങ്ങനെ വെർബിൽ തുടങ്ങുന്ന സെൻറ്റൻസുകളാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസുകളെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് അതിന് ഉത്തരമായിട്ട് വരുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. അത് ക്യാൻ യു ആണ്. ശ്രദ്ധിക്കുക, ഇമ്പരേറ്റീവ് സെൻറ്റൻസുകളുടെ ടാഗ് എപ്പോഴും വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു, ക്യാൻ യു അല്ലെങ്കിൽ കാണ്ട് യു എന്നിങ്ങനെ ആയിരിക്കും. അത്തരത്തിൽ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. അത് ഡി ഓപ്ഷനായിട്ടുള്ള ക്യാൻ യു ആണ്. അതുകൊണ്ട് ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ദ മാൻ ഡാഷ് ദ ബേർഡ്സ് വിച്ച് ഹീ കോട്ട്. അപ്പോൾ ഇവിടെ ദ മാനിന് ശേഷമുള്ള വെർബ് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ദ മാൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ സബ്ജക്റ്റാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അടുത്തതായിട്ട് വരുന്ന ഒരു വെർബ് സിംഗുലർ വെർബ് തന്നെ വരണം. ഇവിടെ ഡസ് ചേർന്നിട്ടുള്ള ഒരു വെർബാണ് നാലാമത്തെ ഓപ്ഷനായിട്ടുള്ള ഡി ഓപ്ഷൻ, സെൽസ്. ശ്രദ്ധിക്കുക, ഡസ് ചേർന്നിട്ടുള്ള ഓപ്ഷനാണ് സെൽസ്, അതാണ് സിംഗുലർ വെർബ്. അതുകൊണ്ട് ദ മാൻ സെൽസ് ദ ബേർഡ്സ് എന്നാണ് വരേണ്ടുന്നത്. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ശ്രദ്ധിക്കുക, സെൽ എന്ന് പറയുന്നത് അത് വെർബ് അല്ല, അത് നൗണാണ്. അതുകൊണ്ട് ഡി ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, മൈ ഗസ് ഈസ് ഡാഷ് ആക്യുറേറ്റ് ദാൻ യുവേഴ്സ്. മൈ ഗസ് ഈസ് ഡാഷ് ആക്യുറേറ്റ് ദാൻ യുവേഴ്സ്. ഇവിടെ ആക്യുറേറ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിന് മുമ്പിൽ ചേർക്കേണ്ടുന്ന പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ആക്യുറേറ്റിന് ശേഷം ദാൻ എന്ന് പറയുന്ന ഒരു പദം വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ദാൻ എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ്. കമ്പാരിറ്റീവിൽ ആണ് നമ്മൾ ദാൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുക. അപ്പോൾ കമ്പാരിറ്റീവിൽ നമ്മൾ ദാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മോർ ചേർത്ത് വേണം എഴുതേണ്ടുന്നത്. ശ്രദ്ധിക്കുക, കമ്പാരിറ്റീവിൽ ദാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മോർ ആണ് ചേർക്കേണ്ടുന്നത്. അതുകൊണ്ട് സി ഓപ്ഷനായിട്ടുള്ള മോർ ആണ് അതിലെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ദ പാസീവ് വോയിസ് ഓഫ് ദ ടീച്ചർ സ്കോൾഡഡ് ദ ബോയ്. അപ്പോൾ ദ ടീച്ചർ സ്കോൾഡഡ് ദ ബോയ് എന്ന സെൻറ്റൻസിൻ്റെ പാസീവ് വോയിസ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പാസീവ് എഴുതുക എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലെ ഓബ്ജക്റ്റാണ്. ദ ബോയ് എന്നതാണ് ഓബ്ജക്റ്റ്. തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിലും ദ ബോയ് എന്ന് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം. ഇവിടെ വെർബ് സ്കോൾഡഡ് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസിലെ, അതായത് സിമ്പിൾ പാസ്റ്റിലെ വെർബ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നിന്ന് വാസ് അല്ലെങ്കിൽ വെയർ എന്നിങ്ങനെ ഏതെങ്കിലും ഒരു ഓക്സിലറി ആ സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കുക, സിമ്പിൾ പാസ്റ്റിലെ വെർബ് തന്നിരിക്കുന്നത് കൊണ്ട് വാസ് അല്ലെങ്കിൽ വെയർ എന്നിവയിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ പാസീവിൽ ഉപയോഗിക്കേണ്ടുന്നത്. അത്തരത്തിൽ ബി ഓപ്ഷനും ഡി ഓപ്ഷനും വാസ് തന്നിട്ടുണ്ട്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം, പാസീവ് എഴുതുമ്പോൾ എപ്പോഴും വെർബ് മൂന്നാമത്തെ രൂപത്തിൽ തന്നെ ആയിരിക്കണം. വാസോ വേറോ വന്നതിന് ശേഷം വെർബ് എപ്പോഴും മൂന്നാമത്തെ രൂപത്തിൽ, അതായത് V3 ഫോമിൽ തന്നെ ആയിരിക്കണം. അത്തരത്തിലുള്ള ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ നമ്മുടെ സെൻറ്റൻസിൽ ഓപ്ഷനിലുള്ളൂ. അത് ബി ഓപ്ഷനായിട്ടുള്ള ദ ബോയ് വാസ് സ്കോൾഡഡ് എന്നുള്ളതാണ്. അതുകൊണ്ട് ബി ഓപ്ഷനാണ് അതിലെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ജോൺ സെഡ് ടു ഹിസ് ഫ്രണ്ട് പ്ലീസ് ഗിവ് മീ സം മണി. ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടുന്നൊരു വാചകമാണ്. അപ്പോൾ സെൻറ്റൻസ് ഇങ്ങനെയാണ്, ജോൺ സെഡ് ടു ഹിസ് ഫ്രണ്ട് പ്ലീസ് ഗിവ് മീ സം മണി. ഈ സെൻറ്റൻസിലെ ഓപ്ഷനിലെ ആദ്യത്തെ ഭാഗം അവർ തന്നിട്ടുണ്ട്. ഇവിടെ സെൻറ്റൻസ് പ്ലീസ് എന്ന് കൊണ്ട് തുടങ്ങിയത് കൊണ്ട് അതൊരു അപേക്ഷയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓപ്ഷനിൽ ബെഗ്ഡ് എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത്. ജോൺ ബെഗ്ഡ് ഹിസ് ഫ്രണ്ട് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പ്ലീസിൽ തുടങ്ങിയിരിക്കുന്ന ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കുക. ശ്രദ്ധിക്കുക, ഇതൊരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്, അതായത് വെർബിൽ തുടങ്ങുന്ന സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ കണക്റ്റിംഗ് വേർഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ടു ആണ്. ഇമ്പരേറ്റീവ് സെൻറ്റൻസുകളുടെ കണക്റ്റിംഗ് വേർഡ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടുന്നത് ടു ആണ്. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ 2 ഓപ്ഷനുകൾ ഒഴിവാക്കാവുന്നതാണ്. ഇനി സി ഡി ഓപ്ഷനുകൾ നോക്കുമ്പോൾ അവിടെ ഗിവ് മീ എന്നതും ഗിവ് ഹിം എന്നതുമാണ് വ്യത്യസ്തമായിട്ട് തന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫസ്റ്റ് പേഴ്സൺ എപ്പോഴും തേർഡ് പേഴ്സണായിട്ട് മാറും. ഫസ്റ്റ് പേഴ്സൺ എപ്പോഴും തേർഡ് പേഴ്സണായിട്ട് മാറും. അതുകൊണ്ട് നമുക്കവിടെ മീ ഉപയോഗിക്കാൻ സാധിക്കില്ല.
അത് ഗിവ് ഹിം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ശ്രദ്ധിക്കുക, ഇവിടെ ഫസ്റ്റ് പേഴ്സൺ എന്നുള്ളത് റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ തേർഡ് പേഴ്സണിലേക്ക് മാറും. അതുകൊണ്ട് ഡി ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ദിസ് ഈസ് ദ സെയിം മാൻ ഡാഷ് ഹെൽപ്ഡ് മീ ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഇത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ദാറ്റ്, ഹൂ, ഹൂം, വിച്ച്. ഇവിടെ റിലേറ്റീവ് പ്രോനൗൺ എഴുതേണ്ടുന്ന ഭാഗമാണ്. ഒരു വ്യക്തിയെപ്പറ്റി പറയുകയാണെങ്കിൽ, അതായത് ഒരാളിനെ പറ്റി പറയുകയാണെങ്കിൽ ഉപയോഗിക്കേണ്ടത് ഹൂവോ, ഹൂമോ, ഹൂസോ ആണ് നമുക്കറിയാം. എന്നാൽ ഈ സെൻറ്റൻസിൽ ഒരു സെയിം വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. സെയിം എന്ന പദം സെൻറ്റൻസിൽ വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന റിലേറ്റീവ് പ്രോനൗൺ ദാറ്റ് ആണ്. ശ്രദ്ധിക്കുക, സെയിം എന്ന പദം സെൻറ്റൻസിൽ വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് വേറൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. ദാറ്റ് തന്നെയാണ് അവിടെ ഉപയോഗിക്കേണ്ടുന്നത്. അതുകൊണ്ട് എ ഓപ്ഷനായിട്ടുള്ള ദാറ്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഐ ഓൾവേസ് ഗോ ഫോർ എ വാക്ക് ഡാഷ് ദ മോർണിംഗ്. ഐ ഓൾവേസ് ഗോ ഫോർ എ വാക്ക് ഡാഷ് ദ മോർണിംഗ്. അവിടെ പ്രിപ്പോസിഷൻ ഉപയോഗിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ രാവിലെ എല്ലാ ദിവസവും നടക്കാൻ പോകും എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടൊരു സമയം പറയുന്നില്ല, രാവിലെ പോകും എന്നേ പറയുന്നത്. അതായത് ഒരു പീരീഡ് ഓഫ് ടൈമാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഒരു പീരീഡ് ഓഫ് ടൈം ആണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ പീരീഡ് ഓഫ് ടൈം വന്നാൽ ഉപയോഗിക്കേണ്ടുന്ന പ്രോനൗൺ ഇൻ ആണ്. പീരീഡ് ഓഫ് ടൈം വന്നാൽ ഉപയോഗിക്കേണ്ടുന്ന പ്രോനൗൺ ഇൻ ആണ്. അതുകൊണ്ട് എ ഓപ്ഷനായിട്ടുള്ള ഇൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ദിസ് ഫർണിച്ചർ ഈസ് മെയ്ഡ് ഡാഷ് ഫൈൻ വുഡ്. ദിസ് ഫർണിച്ചർ ഈസ് മെയ്ഡ് ഡാഷ് ഫൈൻ വുഡ്. ഇതിൽ മെയ്ഡ് ഫ്രം, മെയ്ഡ് ഓഫ് എന്നിങ്ങനെ 2 പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ മെയ്ഡ് ഫ്രം ആണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഒരു ഉൽപ്പന്നം നമ്മൾ ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിന് മാറ്റം വന്നു കഴിഞ്ഞാൽ അത് മെയ്ഡ് ഫ്രം എന്നും, അത്തരത്തിൽ മാറ്റം വന്നില്ല എങ്കിൽ മെയ്ഡ് ഓഫ് എന്നുമാണ് നമുക്ക് പ്രയോഗിക്കേണ്ടുന്നത്. ഇവിടെ തടി കൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കി കഴിഞ്ഞെങ്കിലും തടിയായിട്ട് തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്കവിടെ ഫ്രം ഉപയോഗിക്കാൻ സാധിക്കില്ല. അവിടെ മെയ്ഡ് ഓഫ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഓപ്ഷൻ. ശ്രദ്ധിക്കുക, ഇവിടെ തടി കൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കി കഴിഞ്ഞെങ്കിലും തടിയായി തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഓഫ് ആണ് അവിടെ ഉപയോഗിക്കാൻ സാധിക്കുക. ഇനി ഇത് നിർമ്മിച്ച ആളിനെ പറ്റിയാണ് പറയുന്നത് എങ്കിൽ നമുക്കവിടെ ബൈ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ അത്തരത്തിൽ പറയാത്തത് കൊണ്ട് നമുക്ക് ബൈ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതിലെ ഉത്തരം ഓഫ് ആണ്. ദിസ് ഫർണിച്ചർ ഈസ് മെയ്ഡ് ഓഫ് ഫൈൻ വുഡ് എന്നതാണ് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഐ വിഷ് ഐ ഡാഷ് ദ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ. ഐ വിഷ് ഐ ഡാഷ് ദ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ. 4 ഓപ്ഷനുകൾ: നോ, ന്യൂ, നോസ്, ആം നോയിങ്. ഈ സെൻറ്റൻസിൻ്റെ പ്രത്യേകത ഇവിടെ ഐ വിഷ് എന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഐ വിഷ് കൊണ്ടാണ് സെൻറ്റൻസ് തുടങ്ങിയത്. അത്തരത്തിൽ ഐ വിഷ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തതായി നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന വെർബ് V2 വെർബാണ്. അതായത് പാസ്റ്റ് ടെൻസിലെ വെർബാണ്, സിമ്പിൾ പാസ്റ്റിലെ വെർബാണ് ഉപയോഗിക്കേണ്ടുന്നത്. അത്തരത്തിലുള്ള വെർബ് ബി ഓപ്ഷനായിട്ടുള്ള ന്യൂ ആണ്. നോയുടെ പാസ്റ്റാണ് ന്യൂ. അതുകൊണ്ട് ഐ വിഷ് ഐ ന്യൂ ദ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് എൻ്റെ ശരി ഉത്തരം. ബി ഓപ്ഷനാണ് ശരിയായ ഉത്തരം. നെയ്തർ ദ ബോയ് നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഇറ്റ്. അപ്പോൾ സെൻറ്റൻസ് നെയ്തർ നോറിൻ്റെ പ്രയോഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓപ്ഷൻസ് ഈസ് ഡൂയിങ്, വാസ് ഡൂയിങ്, ആർ ഡൂയിങ്, ഹാസ് ഡൺ എന്നിങ്ങനെയാണ്. ഇവിടെ നെയ്തർ നോറിൻ്റെ പ്രയോഗമായതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നെയ്തർ നോർ ഒരു സെൻറ്റൻസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിലെ രണ്ടാമത്തെ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുക. അതായത് നെയ്തറിന് ശേഷം ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, നോറിന് ശേഷം ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. ഇതിലെ രണ്ടാമത്തെ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം എപ്പോഴും വെർബ് ഉപയോഗിക്കാൻ. സെൻറ്റൻസിൽ ഹിസ് ഫ്രണ്ട്സ് എന്നുള്ളത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് തൊട്ടടുത്ത് വരുന്ന വെർബും ഒരു പ്ലൂറൽ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ സി ഓപ്ഷൻ, അതായത് ആർ ഡൂയിങ് മാത്രമേ പ്ലൂറൽ ആയിട്ട് ഉള്ളൂ. അത് തന്നെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള
ഉത്തരവും. നെയ്തർ ദ ബോയ് നോർ ഹിസ് ഫ്രണ്ട്സ് ആർ ഡൂയിങ് ഇറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ഉത്തരം.